ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഷീജ സുരേഷ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡിസൈൻ നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, പെർഫെക്റ്റ് ആയിട്ട് ക്യാൻവാസ് ഉപയോഗിക്കാതെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അത് ആളെന്ന ഓപ്ഷൻ കൊടുക്കുമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ മെറ്റീരിയൽ എടുത്തിട്ടുള്ള നമ്മൾ കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. നെക്ക് അധികം ഇറക്കല്ലാണ്ട് വലിയ നെക്കല്ല, അത് എന്നാലും അത്യാവശ്യം ഷേപ്പുള്ളൊരു നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ മെറ്റീരിയൽ മൊത്തത്തിൽ നമ്മൾ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ അളവെടുത്ത് നമ്മൾ കട്ട് ചെയ്തൊക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ ബാലൻസ് വരുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിൽ ഒരു വേസ്റ്റ് മെറ്റീരിയൽ വരുമല്ലോ, അതിലാണ് നമ്മൾ ഈ ഒരു നെക്ക് കറക്റ്റ് മെഷർമെൻറ്റൊക്കെ കൊടുത്ത് നെക്ക് വിഡ്ത്തും ഇറക്കവും കഴുത്തിറക്കവും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് നമ്മുടെ ആ ഒരു ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ ഏത് മോഡലാണോ വെട്ടുന്നത് അതൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ ഒന്ന് തിരിച്ചൊന്ന് ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ നമ്മൾ മാർക്ക് ചെയ്തത് അപ്പുറത്തെ സൈഡിൽ കൂടെ പതി കേട്ടോ. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് ആ ഷേപ്പ് നമുക്ക് കിട്ടി. കറക്റ്റായിട്ട് തന്നെ ആ ചോക്കിട്ടാണ് നമ്മൾ ചെയ്തതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അടയാളം അപ്പുറത്ത് ആ സൈഡിലും കിട്ടി. ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല മെറ്റീരിയൽ ബോഡിയുടെ ഭാഗം, ആ ഭാഗത്ത് നമ്മളിങ്ങനെ മെറ്റീരിയൽ ലൈനിങ്ങും നല്ല മെറ്റീരിയലും കൂടെ ചേർത്തൊന്ന് പിൻ ചെയ്ത് വെക്കുക. ഒന്ന് കോട്ടൺ അല്ലാത്ത മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നീങ്ങി പോകാനൊക്കെ സാധ്യത ഉള്ളതാണ്. ഇതിപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കോട്ടൺ ആണ്, അതുകൊണ്ട് തന്നെ കോട്ടനും പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ളൊരു കോട്ടൺ, നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ അങ്ങനെ നീങ്ങി പോകാനൊന്നും സാധ്യതയില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നെക്ക് വിഡ്ത്തൊക്കെ നല്ല മെറ്റീരിയലിൽ ബോഡി പാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതോട് ചേർത്ത് കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ വെച്ച് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കണ്ടോ കറക്റ്റ് പെർഫെക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് വേസ്റ്റായിട്ട് ബാക്കി വരുന്ന ഭാഗം ഉള്ളിലെ ആ ഒരു കർവ് ഉണ്ടല്ലോ അതൊക്കെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കുക. കോണുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ വെട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ അത് വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഏറ്റവും പെർഫെക്റ്റായിട്ട് ഒരു ബ്ലൗസിൽ ശ്രദ്ധിക്കേണ്ട, ബ്ലൗസല്ല നെക്ക്, ഏത് ബ്ലൗസോ ടോപ്പോ ഏതായാലും അതിൽ നമ്മൾ നെക്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കട്ടിങ് ആണ്. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൂല് പൊട്ടിപ്പോകാത്ത രീതിക്ക് തന്നെ നമ്മളൊന്ന് ഈ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഷേപ്പ് കട്ട് ചെയ്യുക. പിന്നെ ഈ കോണുകൾ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. ആ നൂല് പൊട്ടിപ്പോകരുത്, ശ്രദ്ധിക്കുക. കറക്റ്റ് പോയിന്റിൽ നമ്മളത് ആ കോണുകൾ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുണി തിരിച്ചിടാം. ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു ചെറിയ കോണുകളൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈർക്കിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു മൂർച്ചയുള്ളൊരു സാധനം വെച്ചിട്ട് അതൊന്ന് മറിച്ചെടുക്കുമ്പോഴത്തേക്കും കണ്ടോ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും. ആ കട്ടിങ്സൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആ കോണുകളൊക്കെ കണ്ടോ ചുളിവുകളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് നെക്ക് കിട്ടും. ഇനി നമ്മളതൊക്കെ കറക്റ്റായിട്ടൊന്ന് പിടിച്ച് ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ മാറില്ല, നമ്മൾ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത്രയും വൃത്തിക്ക് കിട്ടും. അതിന് ശേഷം ഈ സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നമ്മൾ അടുത്ത വീഡിയോ അടിപൊളി ഒരു ടിപ്പുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.